പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുങ്കേശാണ് പുളികാപ്പൻ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അത്താഴം കഴിക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു മുട്ട വറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മുട്ട വറക്കാനുള്ള ചില ഐറ്റംസൊക്കെ ഞാനവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം കേട്ടാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതേ കുറച്ച് വെളിച്ചക്കുറവുണ്ട്, എങ്കിലും നമുക്കത് കാണാം. എൻ്റെ മൊബൈലിലെ ആ വെളിച്ചം കൂടെയാണെന്ന് തെളിച്ചിരിക്കുകയാണ്. ഇതേ മുട്ട വറക്കാനായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ഇച്ചിരി ഉപ്പുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു പച്ചമുളക് പകുതി പച്ചമുളകിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഉപ്പുണ്ട്, മുട്ട ഇരിപ്പുണ്ട്. ഈ പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ആ പാത്രത്തിലേക്ക്. ഒരല്പം എണ്ണ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ടു, ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, തക്കാളി ചോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദശക്കട്ടിയുള്ള മറ്റേ തക്കാളി ഇല്ലായിരുന്നു. സാധാരണ തക്കാളി ചിലത് ചേർത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കണം, എന്നിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം, എന്നിട്ട് പാചകത്തിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യണം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ മുട്ട വറക്കാനുള്ള പാത്രം വെച്ചിരിക്കുകയാണ് കേട്ടാ. കുറച്ച് പോരായ്മയുണ്ട്, കൂട്ടുകാരെ ക്ഷമിക്കണം കേട്ടാ. കൂട്ടുകാരെ, അപ്പം സ്വല്പം അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി എണ്ണ ഒഴിച്ചപ്പം അതൊന്ന് പൊട്ടുന്നുണ്ട്. നമുക്കതൊന്ന് പൊട്ടിത്തീരുന്ന വരെ നോക്കാവേ. ആ കൂട്ടുകാരെ, അത് പൊട്ടിത്തീർന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഞാൻ ഒഴിക്കുകയാണ് മുട്ടയെ. ആ മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുറ്റിക്കുകയാണ് കേട്ടാ. അതിപ്പോൾ ചിക്കിയെടുക്കണോ അതോ അതല്ലാതെ ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. എന്തായാലും ചിക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സമയം പോകും. അതുകൊണ്ട് ചിക്കുന്നില്ല കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇടാം. അപ്പോൾ കൂട്ടുകാരെ, കുരുമുളക് പൊടിയും ഇടുകയാണേ. കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഒറ്റയ്ക്കേ ഉള്ളേ ഞാൻ. എല്ലാവരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോയി. അമ്മ പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് ഇപ്പോൾ ഇരുന്ന് കാണും ചിലപ്പം. ഞാൻ അമ്മയൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി ഇതൊന്ന് മറിച്ചിടുന്ന ചടങ്ങിലേക്ക് പോകാവേ. പൊടിഞ്ഞു പോയി കൂട്ടുകാരെ, മുട്ട സ്വല്പം പൊടിഞ്ഞു പോയിട്ടുണ്ട്. സാരമില്ലല്ലേ. അപ്പോൾ മുട്ട വറുത്തുകൊണ്ടിരിക്കുന്നത്, മുട്ട പകുതി ഇപ്പോൾ വേവായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വൺ സൈഡ് മുട്ട പൊരിക്കുന്നത് ഇഷ്ടമല്ല കൂട്ടുകാരെ കേട്ടാ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചു. ഇനിയിപ്പോൾ മാറ്റുന്ന ചടങ്ങ് കൂടെ മാത്രമേ ഉള്ളൂ മുട്ട. അപ്പോൾ കൂട്ടുകാരെ, മുട്ട ശരിയായിട്ടുണ്ട്. ഞാനത് സ്റ്റൗ ഓഫ് ചെയ്തു. മുട്ട പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ കേത്തൽ പാത്രം ഒന്ന് കഴുകണം കൂട്ടുകാരെ. അപ്പം എൻ്റെ അമ്മ കഴിച്ച് തീർന്നു കേട്ടാ. വെളിച്ചക്കുറവാണ്. കണ്ട, അമ്മയുടെ മുഖം നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. കാരണം അമ്മ ലൈറ്റിൻ്റെ പടിഞ്ഞോട്ട് നോക്കിയിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ കഴിച്ച് തുടങ്ങാൻ പോവാണ്. അമ്മയ്ക്കൊരു പാട്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ. അത് നമുക്ക് പിന്നീട് എടുക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇത് കഴിച്ചു തുടങ്ങട്ടെ. ഞാനാണെങ്കിൽ ഈ ചെയ്ത പാത്രങ്ങൾ മുഴുവനില്ലേ, അത് ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് ഭക്ഷണ സാധനങ്ങളെടുത്ത്, പാചകപ്പെടുത്തിയ ഭക്ഷണ സാധനവും പാത്രത്തിലെടുത്ത് വെച്ച് ആ ഉപയോഗിച്ച പാചകം ചെയ്ത പാത്രം കഴുകി വെച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ. കാരണം നമ്മൾ കഴിച്ച് തീർന്നു കഴിയുമ്പോൾ ആ പാത്രം മാത്രമേ പിന്നെ കഴുകാൻ കാണുള്ളൂ. അങ്ങനെ ഒരു ശീലം അച്ഛൻ മുമ്പ് പഠിപ്പിച്ചു തന്നാണേ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കഴിച്ച് തുടങ്ങുകയാണ്. കൂട്ടുകാരെല്ലാവരും അത്താഴം കഴിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചോറും ഇച്ചിരി മുട്ട എറിച്ചതും പിന്നെ ഇന്നലത്തെ ഇച്ചിരി പയറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്ത് അതുമായിട്ട് രസമായിട്ട് കഴിക്കുകയാണ് കേട്ടാ. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓണാശംസകളോടെ നേരുകയായിരുന്നു. നന്ദി, നമസ്കാരം. തുങ്കേശ് പുളികാപ്പൻ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ടാറ്റ.